ആ രാത്രിയിൽ വളരെ അവിചാരിതമായി ഒരു മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ തൻ്റെ സുഹൃത്തിൻ്റെ മുഖമായിരുന്നു അയാളുടെ മനസ്സിലേക്ക് ഓടിയെത്തിയത്. കാരണം പിറ്റേ ദിവസം വിറ്റഴിക്കുവാനുള്ള പച്ചക്കറി മുഴുവൻ സുഹൃത്തിൻ്റെ വീടിൻ്റെ മുറ്റത്ത് വിരിച്ചിട്ടിരിക്കുകയാണ്. ഈ മഴയേറ്റാൽ അത് നനഞ്ഞു ചീഞ്ഞു പോകുമല്ലോ എന്ന ചിന്തയായിരുന്നു അയാളെ അലട്ടിയത്. ഏറ്റവും പെട്ടെന്ന് തൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് ഓടിയെത്തി ഈ പച്ചക്കറിയെല്ലാം മഴ നനയാതെ മൂടി സംരക്ഷിച്ചു. അതെ, അയാൾ അങ്ങനെയായിരുന്നു. ആർക്കെന്ത് സഹായം വേണമെങ്കിലും തൊട്ടടുത്ത നിമിഷം അവിടെ എത്തി അത് ചെയ്തു കൊടുത്തിരുന്നു. എന്ത് സങ്കടം പറയാനുണ്ടെങ്കിലും അതെല്ലാം കേട്ട് അവരെ സമാധാനിപ്പിക്കുവാൻ അയാൾ സമയം കണ്ടെത്തിയിരുന്നു. എന്നാൽ ഈ പച്ചക്കറിയെല്ലാം മൂടിയതിനു ശേഷം തിരികെ വീട്ടിലെത്തിയപ്പോൾ അയാളെ കാത്തിരുന്നത് വല്ലാത്തൊരു കാഴ്ചയാണ്. അയാളുടെ വീടിന്റെ മേൽക്കൂര ചോർന്നൊലിച്ച് ദേഹമെല്ലാം നനഞ്ഞ് ഉറങ്ങാൻ കഴിയാതിരിക്കുന്ന അമ്മ. ഇത് കണ്ട് അയാൾ വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുന്ന അയാളുടെ അമ്മ പറഞ്ഞു, മകനെ, നീ പുഴയെ ശ്രദ്ധിക്കൂ. വേനൽക്കാലമാകുമ്പോൾ അതിൻ്റെ ചുറ്റുമുള്ള സസ്യങ്ങളെയും ജീവജാലങ്ങളെയും എല്ലാം വെള്ളം കൊടുത്ത് പരിപോഷിപ്പിക്കുന്നു. എന്നാൽ മഴക്കാലമാകുമ്പോൾ അതിൻ്റെ അതിർത്തി കടക്കുന്നു. പ്രളയമായി മാറി അത് എല്ലാറ്റിനെയും നശിപ്പിക്കുന്നു. നീയും നിന്റെ പ്രവർത്തനങ്ങൾക്ക് ചില അതിർത്തികൾ നിശ്ചയിക്കുക. പിറ്റേ ദിവസവും രാവിലെ പതിവ് പോലെ ഒരു അയൽവാസി അയാളെ തേടിയെത്തി. എനിക്ക് കുറേ അധികം ഭാരം ചുമന്ന് മറ്റൊരിടത്ത് എത്തിക്കേണ്ടതുണ്ട്, എന്നെ സഹായിക്കുമോ എന്നതായിരുന്നു അഭ്യർത്ഥന. ഒന്ന് ചിന്തിച്ച് അയാൾ പറഞ്ഞു, എൻ്റെ വീടിൻ്റെ മേൽക്കൂര ചോർന്നൊലിക്കുകയാണ്. ഈ ചോർച്ച മാറ്റിയതിന് ശേഷം തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ ഭാരം ചുമക്കാൻ സഹായിക്കാം. ഇത് കേട്ട് അതീവ നീരസത്തോടെ ആ അയൽവാസി തിരിച്ചു നടന്നു പോകുന്ന കാഴ്ച അയാളെ കൂടുതൽ ചിന്തിപ്പിച്ചു. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്കെല്ലാം മുൻഗണന കൊടുത്ത് അതിനുവേണ്ടി നാം സമയവും ഊർജവും ചെലവാക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ അങ്ങനെ കുമിഞ്ഞു കൂടുന്നു. നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവരാരും ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന സത്യവും അയാൾ മനസ്സിലാക്കി. നന്ദി.